നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ദുരിത സമയങ്ങളിൽ വ്യാപാരികളുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതും ചേർത്ത് നിർത്തുന്നതുമായ വ്യാപാരികളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന മരണപ്പെടുന്ന വ്യാപാരികളുടെ അവകാശികൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 7ാം ഘട്ട ധനസഹായ വിതരണം കൊല്ലം ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി വളരെ മെച്ചമായ വളരെ നല്ലൊരു പദ്ധതിയാണ്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പ്രസിഡന്റിനോട് ചോദിച്ചത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നാൽ കുറെ കൂടി നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചില മറുപടി പറഞ്ഞു, ഇല്ല, ഇൻഷുറൻസ് പദ്ധതികൾക്കായി അതിനൊക്കെ കൂടുതൽ പണം അടയ്ക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം, വ്യാപാരി വ്യവസായി സമൂഹം നമ്മുടെ സമൂഹത്തിലെ നമുക്കെല്ലാം ഏറ്റവും അധികം അടുത്ത് അറിയേണ്ടുന്ന ആൾക്കാരാണ്. അവരൊരു ദിവസം കടയടച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുമെന്ന് നമുക്ക് നൽകുന്നു. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷാജഹാൻ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം പദ്ധതി വിശദീകരണവും നടത്തി. 10 ലക്ഷം രൂപ വീതം 5 കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. പദ്ധതിയിൽ ചേർന്ന പ്രായം കുറഞ്ഞ അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത, A ബഷീർകുട്ടി, G അനിൽകുമാർ, F ആന്റണി, A നാസാം, നിസാം മൂലത്ര, S ഷിഹാബുദ്ദീൻ, KG പുരുഷോത്തമൻ, നേതാജി B രാജേന്ദ്രൻ, A നൌഷറുദ്ദീൻ, MS ഇസ്മയിൽ, R വിജയൻപിള്ള, നവാസ് പുത്തൻവീട്, TM രമേശ്, D വാവച്ചൻ, AK ജോഹർ, രവികൃഷ്ണൻ, ജോൺസൺ ജോസഫ്, K ഗോപിനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ജില്ലയുടെ വൈസ് പ്രസിഡന്റുമാർ, പ്രസിഡന്റുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള